കേരള സർവകലാശാലയിലെ ഭരണപ്രതിസന്ധിയിൽ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തി വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ. സർവകലാശാലയിലെ SFI പ്രതിഷേധത്തെ തള്ളിയ VC രജിസ്ട്രാർക്കും സിൻഡിക്കേറ്റിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചു. ഭരണപ്രതിസന്ധി രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ SFIയെയും UDF സെനറ്റ് അംഗങ്ങളും സർവകലാശാലയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചു. ഫയലുകൾ പോലും ഒപ്പിടാതെ സർവകലാശാലയെ VC നിശ്ചലാവസ്ഥയിലേക്ക് നയിക്കുന്നുവെന്ന ആരോപണങ്ങൾക്കിടെയാണ് തൃശൂരിൽ ചാൻസലർ കൂടിയായ ഗവർണറുമായി മോഹനൻ കുന്നുമ്മലിന്റെ കൂടിക്കാഴ്ച. സർവകലാശാലയിലെ അസാധാരണ പ്രതിസന്ധി VC ഗവർണറെ ധരിപ്പിച്ചു. ഉചിതമായ നടപടിയുണ്ടാകുമെന്ന മറുപടി ലഭിച്ചെന്നാണ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മോഹനൻ കുന്നുമ്മൽ പറഞ്ഞത്. കേരളത്തിലെ ഏറ്റവും പുരാതനമായ യൂണിവേഴ്സിറ്റിയെ ഇങ്ങനെ നശിപ്പിക്കാൻ ഒരു ആളുകൾ ശ്രമിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കൊന്നും ചെയ്യാൻ നിവൃത്തിയില്ല. ഞാൻ ആ കാര്യങ്ങൾ ഗവർണർ സാറെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം അത് മുഴുവൻ കേട്ടിട്ടുണ്ട്. തീർച്ചയായിട്ടും സംസ്ഥാനത്തിൻ്റെ ഭരണ അധിപൻ എന്ന നിലയിൽ അദ്ദേഹം യുക്തമായ തീരുമാനമെടുക്കും എന്നാണ് എൻ്റെ വിചാരം. രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ സസ്പെൻഷൻ റദ്ദാക്കിയ സിൻഡിക്കേറ്റ് നടപടി അസാധുവാണെന്ന് ആവർത്തിച്ച വൈസ് ചാൻസലർ അതിനു മുകളിലാണ് തന്റെ അധികാരമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. കുട്ടികളുടെ 2500 ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള ഫയലുകൾ സർട്ടിഫിക്കറ്റുകൾ മാത്രമാണുള്ളതെന്നാണ് വിശദീകരണം. ഫയലുകൾ തനിക്ക് ലഭിക്കാതെ തടഞ്ഞുവെക്കുകയാണെന്നും മോഹനൻ കുന്നുമ്മൽ ആരോപിച്ചു. 2 ആഴ്ചയായി സർവകലാശാലയിൽ എത്താത്തത് ഭീഷണി മൂലമാണെന്നും മോഹനൻ കുന്നുമ്മൽ വിശദീകരിച്ചു. വലിയൊരു സംഘം വിദ്യാർത്ഥികൾ എന്ന് പറയപ്പെടുന്ന ആളുകൾ അവിടെ കലാപം അഴിച്ചുവിട്ടിരിക്കുന്നത് KDYFIക്കാരെന്നാണ് പറയപ്പെടുന്നത്. ആരാണെന്ന് എനിക്ക് അറിഞ്ഞില്ല. എന്നിട്ട് അവർക്ക് സംരക്ഷണം ഒരുക്കാൻ വേണ്ടി 100 പോലീസുകാർ അവരുടെ ചുറ്റും നിൽക്കുക. എന്നിട്ട് എന്താണ് VC അങ്ങോട്ട് വരാത്തതെന്നാണ് ചോദിക്കുന്നത്. VCക്ക് അങ്ങോട്ട് വരുന്നതിന് പേടിയൊന്നുമില്ല. VCക്ക് സർവകലാശാല നിയമങ്ങളെക്കുറിച്ച് അറിയില്ലെന്നായിരുന്നു ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ മറുപടി. സിൻഡിക്കേറ്റിന് ഒരു അഡ്വൈസറി ബോർഡായിട്ടാണ് വൈസ് ചാൻസലർ കാണുന്നത്. ആദ്യം അദ്ദേഹത്തിന് ഈ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും എന്താണെന്ന് അറിയില്ല. അതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയില്ല. അദ്ദേഹം പറയുന്നത് സിൻഡിക്കേറ്റ് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്നും ഇതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണയില്ലാത്തതുകൊണ്ട് പറയുന്നതാണ്. ഭരണസമ്മേളനത്തിനെതിരെ UDF സിൻഡിക്കേറ്റ് സെനറ്റ് അംഗങ്ങളും ഇന്ന് പ്രതിഷേധവുമായി രംഗത്തെത്തി. VCക്കെതിരെ വിചാരണ സദസ്സ് സംഘടിപ്പിച്ചായിരുന്നു SFIയുടെ പ്രതിഷേധം. ഉത്തരം പറയാൻ SFIക്കാരുടെ മുന്നിൽ വരാൻ ധൈര്യം RSSകാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. അതിനിടെ രജിസ്ട്രാർ KS അനിൽകുമാറിന്റെ നിയമനം ചട്ടവിരുദ്ധമാണെന്ന സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ ആരോപണം സർവകലാശാല തള്ളി. ഡെപ്യൂട്ടേഷനല്ല, സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം